ഇന്നത്തെ നമ്മുടെ കഥയിലെ നായകൻ ആരാന്ന് കാണണ്ടേ? നിക്ക് നായകൻ വരുന്നതിന് മുമ്പേ നമുക്ക് അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കി ഇടാവേ. കഥാനായകൻ ഫ്രിഡ്ജിനകത്ത് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് അവനെ നൈസായിട്ടൊന്ന് പുറത്തോട്ട് എടുക്കാം. എന്നിട്ട് പോയി നല്ല വലിയൊരു ചട്ടി ഇങ്ങ് എടുത്തുകൊണ്ട് വന്ന് അതിലേക്ക് നമുക്ക് ആളെ അങ്ങ് കുടഞ്ഞിടാവേ. അപ്പം ഇന്നത്തെ നമ്മുടെ താരം ദാ ഇവനാണ് കേട്ടോ. നല്ല വലിയ ആഗോലി വറ്റ, അങ്ങനെയല്ലേ പറയുന്നേ? ഞങ്ങളുടെ ഇവിടെയൊക്കെ എങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഏര. പിന്നെ അത് ആയുധങ്ങളൊക്കെ എടുത്തു, പുളിയെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ടൊരു മീൻകറി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ മീൻ പൊതുവേ തൊലിയൊക്കെ കളഞ്ഞാണ് കേട്ടോ എടുക്കുന്നത്. ഇതിൻ്റെ തൊലി അടർത്തിയെടുക്കൽ ഇച്ചിരി ജോലിയാണ് കേട്ടോ. അപ്പോൾ ദാ മീനൊക്കെ നല്ല നീറ്റായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയെല്ലാം ഞാൻ എടുക്കുവാണ്. മീനൊക്കെ വെട്ടിക്കൊണ്ട് തരാൻ പറഞ്ഞാൽ കൊണ്ടുതരും കേട്ടോ. പിന്നെ എനിക്ക് ഈ ജോലി ഇഷ്ടമായതുകൊണ്ട് ഞാനതങ്ങ് ചെയ്യുന്നു എന്നേ ഉള്ളേ. അപ്പോൾ ദാ വെട്ടുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ദാ നല്ല നീറ്റായിട്ടൊന്ന് കഴുകി നല്ല വൃത്തിയാക്കി നല്ല വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാം. അപ്പോൾ ദാ നമ്മുടെ ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചു, തീ കത്തിച്ചു. അപ്പോൾ ദാ ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ ദാ നല്ല പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ കടുക്, ഉലുവ ഇവർ രണ്ടുപേരെ ഇട്ടങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് ഉലുവായും ഒക്കെ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കൈ നിറയെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് മുരിഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എന്തോരം വെള്ളം വേണോ അത്ര വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള വെള്ളമാണ്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക. അടച്ചു വെച്ചോ, അപ്പോൾ പെട്ടെന്ന് തിളയ്ക്കും. തിള വന്നു കഴിയുമ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട, നമ്മുടെ മീൻകുട്ടന്മാരെയൊക്കെ പറക്കിയാൽ അതോട്ടങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് വന്നപ്പോൾ ചട്ടിയിൽ നിറഞ്ഞു നിന്ന് കേട്ടോ. ചട്ടി മാറ്റേണ്ടി വരുമോ എന്ന് ചെറുതായിട്ടൊന്ന് ഭയന്നെങ്കിലും പക്ഷേ ആവശ്യം വന്നില്ല കേട്ടോ. അങ്ങനെ അടച്ച് വെച്ചൊരു 5-10 മിനിറ്റ് അങ്ങോട്ട് തിളപ്പിച്ചു. ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലോട്ടാക്കി കേട്ടോ. അങ്ങനെ ദാ നമ്മുടെ കറി സെറ്റായി വന്നിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്ന് പോലെ തോന്നും, പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നല്ല സമയമെടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. ഇനി നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം അല്ലേ. അടിപൊളി എല്ലാം ഉണ്ട് കേട്ടോ, ഗംഭീരം. അപ്പോൾ ഇനി പപ്പോ ചോറോ എന്തെങ്കിലും കൂട്ടി കഴിക്കാം. ഓക്കെ, ബൈ.